പിന്നെ ഈ ഫയർ അലാം സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ക്ലാസ് ആയിട്ടാണ് ഫയർ അലാം എന്നുള്ളത്. ഇതുപോലത്തുള്ള അലാമുകൾ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിനെ അറിയിച്ചിട്ട് ഒരു COC ഒക്കെ എടുക്കേണ്ടി വരും. കണ്ടീഷൻ ഓഫ് ക്ലാസ് എന്നുള്ള സാധനമൊക്കെ എടുക്കേണ്ടി വരും. ടൈപ്പ് എന്ന് പറയുന്നത് RDJ2T ആണ്. പഴയ സെൻസർ ഇടുന്നത് RDO2 എന്നുള്ളതായിരുന്നു. പിന്നെ ഇതിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഓണും ഓഫും പൊസിഷനും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതും കൂടി നോക്കിയിട്ടാണ് നമ്മൾ അഡ്രസ്സ് കൂടി സെറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതുപോലൊരു സെൻസർ ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റൊരു അലാം കൂടി പുതിയ അലാം പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ യൂണിറ്റ് ടൈപ്പ് ചേഞ്ച് എന്നുള്ളത്. ഇത് നോർമലാണ്. ഈ ലൂപ്പ് റീസ്കാൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇത് ലൂപ്പ് റീസ്കാൻ കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ റീസെറ്റ് അമർത്തുമ്പോൾ റീസെറ്റ് ആവുന്നതാണ്, മറ്റ് ഫോൾട്ടിനെ പോലെ തന്നെ. സിസ്റ്റത്തിൽ 3 മിനിറ്റാണ് ലൂപ്പ് സ്കാനിന് വേണ്ടി പറയുന്നതെങ്കിലും നമ്മുടെ ഒരു ലൂപ്പിൽ എത്ര സ്മോക്ക് സെൻസേഴ്സ് അല്ലെങ്കിൽ എത്ര ഡിറ്റക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതിന് അനുസരിച്ചിട്ട് ഇതിൻ്റെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇത് 2.5 മിനിറ്റിൽ തീരും, ചിലപ്പോൾ 5-6 മിനിറ്റ് വരെയൊക്കെ ആവാറുണ്ട്. എന്തായാലും ഈ ലൂപ്പ് സ്കാനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നോർമലി ഇത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ആവുന്നതാണ്.